ഈ ഒരാഴ്ച മുഴുവൻ നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് ചിക്കനും മീനായിട്ട് സുഖസുഭിക്ഷായിരുന്നു കേട്ടോ. അപ്പോൾ മീൻ കൂട്ടിയിട്ട് തന്നെയാണ് ഇവർ 2 നേരം ഊണ് കഴിക്കുക. പക്ഷേ ഈ ആഴ്ച ചിക്കനും കൂടി ഉണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ ഒരു വട്ടം ചിക്കൻ വാങ്ങിയപ്പോൾ പിന്നെ പിറ്റത്തെ ദിവസം വന്നിട്ട് ബൊമ്മിക്കുട്ടി വീണ്ടും ചോദിക്കാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അപ്പോൾ ഒരു വട്ടം കൂടി വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ തവണ വാങ്ങിയപ്പോൾ തോനെ അവർക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചിട്ട് ഞാൻ ഫ്രീസറിൽ വെക്കാനുണ്ടായിട്ടോ. അപ്പോൾ അത് ആ പ്ലേറ്റിൽ വെച്ച് കഴിഞ്ഞാലേ ബൊമ്മിക്കുട്ടിക്ക് എടുത്തു കൊടുക്കണം കേട്ടോ. ബൊമ്മിക്കുട്ടിയുടെ വിചാരം എന്താണെന്നറിയോ, പ്ലേറ്റിലുള്ള ഫുഡൊന്നും നമുക്കുള്ളതല്ല, വേറെ ആർക്കും ഉള്ളതാണ് എന്നാണ്. അപ്പോൾ നമ്മളത് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ അവൾ പിന്നെ ഓക്കെയാണ് കേട്ടോ. പിന്നെ അവൾ അങ്ങനെ ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ ഇതാ ഈ ബബിളിക്കുട്ടനും പീക്കിനും കൂടി ഇവിടെ ചിക്കനും ഭയങ്കര കൊതിയന്മാരാണ്, ചിക്കൻ കൊതിയന്മാരാണ് കേട്ടോ. അവർ മീനൊക്കെ കൂട്ടി ചോറുണ്ടതാണ് കേട്ടോ. അത് കാരണം ഞാൻ അധികം കൊടുത്തില്ല. അപ്പോൾ 3-4 ദിവസം മുമ്പ് ചിക്കൻ കഴിച്ചതിന് ശേഷം ബൊമ്മിക്കുട്ടി പിന്നെ വന്നിട്ട് മീനും ക്യാറ്റ് ഫുഡും ഒന്നും കഴിക്കാതെ ചിക്കൻ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ചിക്കൻ ചോദിക്കുന്നത് മനസ്സിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീൻ കൂട്ടി ചോറ് കൊടുത്താൽ ഉണ്ണണില്ല, ക്യാറ്റ് ഫുഡ് കഴിക്കാതെ അടുക്കളയിൽ വന്നിട്ട് എൻ്റെ മുഖത്തേക്കേ നോക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായിട്ട് ഞാൻ രണ്ടാമത് വാങ്ങിപ്പിച്ച് തന്നെ കേട്ടോ, കുറച്ചും കൂടി ചിക്കൻ വാങ്ങിക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത്തിരി തോനെ തന്നെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബൊമ്മിക്കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ. ബൊമ്മിക്കുട്ടി അങ്ങനെ ആഗ്രഹമൊന്നും പറയാറില്ല കേട്ടോ. അപ്പോൾ അതാ ഇത് 3-4 ദിവസം മുമ്പ് ഇവർ കഴിച്ചതാണ് കേട്ടോ. അപ്പോൾ ഈ ബൊമ്മിക്കുട്ടി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലേറ്റിൽ വെച്ച് കൊടുത്താലും ബൊമ്മിക്കുട്ടി അതിൽ തലയിടില്ല കേട്ടോ. നമ്മൾ അവൾക്ക് അതിങ്ങനെ എടുത്തു കൊടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ കഴിക്കുള്ളൂ. പിന്നെ ചമ്പിക്കുട്ടിയും ബബിളിക്കുട്ടനും പീക്കിരിയൊക്കെ ഞാൻ ഉള്ളിൽ കേട്ടാതെ പുറത്തൊന്നും കൊടുക്കണം. എന്താ അറിയോ, കുറിഞ്ഞിക്കും ബൊമ്മിക്കും ഒന്നും കിട്ടില്ല കേട്ടോ. ചിക്കൻ വേണ്ടേ? ചിക്കൻ വേണ്ടേ? എനിക്ക് മാത്രം ചിക്കൻ വേണ്ടല്ലോ. ആരും കാണാടലോ കിളിക്കുന്നു, ആരീരം പഴയുണർക്കു പഞ്ഞിക്കാറ്റി അമ്മ കിളിയുടെ തരാട്ടൊന്നും കേട്ടില്ല. ബൊമ്മിക്ക് വേണ്ട, ബൊമ്മിക്ക് വേവിച്ച് തരാട്ടോ. എന്റെ പൊന്നിന് വേവിച്ച് തരാട്ടോ. പിന്നെ ബൊമ്മിമ്മ. അപ്പോൾ ചിക്കൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ വന്നിട്ട് വാങ്ങിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ബൊമ്മിക്കുട്ടിക്ക് മാത്രം ഒന്നും വേണ്ട, വേഗം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് തരുമെന്നാണ് കേട്ടോ ബൊമ്മിക്കുട്ടി പറയുന്നത്. അപ്പോൾ എനിക്കൊരു കമന്റ് ഉണ്ടായിരുന്നു കേട്ടോ, ഇതൊക്കെ ഓവർ ഫീഡിങ് അല്ലേ, ഇത്രയ്ക്കൊക്കെ വേണോ, ഇത്രയ്ക്കൊക്കെ ഫുഡ് കൊടുക്കണോ, ഇതൊക്കെ അധികമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്യമാണ് കേട്ടോ, ഇത് അധികമാണ്. ഒരു നേരമൊക്കെ നോൺ വെജ് കൊടുത്താൽ മതി എന്നൊക്കെയാണ് പറയുന്നത്. സത്യമാണ് കേട്ടോ, ഒരു നേരം അങ്ങനെ കൊടുത്ത് ഇവരെ പഠിപ്പിക്കണം. കാരണം ഇവരെങ്ങാനും ചില ആൺപൂച്ചകളൊക്കെ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ പോണ സമയത്ത്, ഒരു വയസ്സൊക്കെ ആവുന്ന സമയത്ത് ഇവർ പോണ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. കുറേ പൂച്ചകൾ അങ്ങനെ ഇവിടുന്ന് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് പുറത്തൊക്കെ പോയാൽ ഇതുപോലെ ഇതുപോലെ ലാവിഷായിട്ട് ഫുഡൊന്നും ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് ഓവർ ഫുഡ് ആവാതെ ആവശ്യത്തിന് മാത്രം കൊടുത്ത് പഠിപ്പിക്കണം എന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. നടക്കുക എന്തോ.